ലോകത്തുള്ള ഇസ്ലാമിക സംസ്കൃതികളെല്ലാം നശിപ്പിക്കണം. ഒരു 25 വർഷത്തിനിടക്ക് 11 ഇസ്ലാമിക ഭരണങ്ങളും രാജ്യങ്ങളുമാണ് ഈ അങ്കിൾ സാമിന്റെ നേതൃത്വത്തിൽ നശിപ്പിക്കപ്പെട്ടത്. കുഞ്ഞു കുഞ്ഞു കാരണങ്ങൾ ഉണ്ടാക്കി വെക്കുക. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചിരിക്കുന്നു, ഞാൻ ആവർത്തിക്കുകയല്ല. എന്തെങ്കിലും ഒരു കാരണം പറയുക, അതുണ്ടാവണമെന്നൊന്നുമില്ല. എന്നിട്ട് തകർത്ത് തരിപ്പിണമാക്കുക. എത്ര ഇസ്ലാമിക രാജ്യങ്ങൾ, എത്ര കോടി മുസ്ലിം ജനങ്ങളെയാണ് കൊന്നൊടുക്കിയത്. നമ്മളിങ്ങനെ ഓരോ യുദ്ധം കഴിയുമ്പോൾ അത് തീർന്നു കരുതി മാറി നിന്നാ പറ്റുമോ? ഈ ചിന്തയിലെങ്കിലും ഇത് വേണ്ടേ? 10 ലക്ഷത്തിലധികം ആളുകളെയാണ് ഇറാഖിൽ കൊന്നത്. ഭാവിയുടെ വാഗ്ദാനങ്ങളായ എത്ര യുവാക്കൾ, എത്ര മക്കൾ, പിഞ്ചോമനകൾ അഫ്ഗാനിസ്ഥാനിൽ. അങ്ങനെ 11 രാഷ്ട്രമാണ് ജോർജ് ഡബ്ല്യു ബുഷ് മുതൽ ഇന്നുള്ള ട്രംപ് വരെയുള്ള അമേരിക്കൻ നേതാക്കളും അവരെ സപ്പോർട്ട് ചെയ്തിരുന്ന ടോണി ബ്ലെയർ പോലെയുള്ള ഈ ബ്രിട്ടന്റെ നേതാക്കളും ചേർന്ന് ഇല്ലാതെയാക്കിയത്. കോടിക്കണക്കിന് മനുഷ്യരെ പച്ചക്ക് കൊന്ന് നശിപ്പിച്ചിട്ടും ഇസ്ലാം സമം ടെററിസം എന്ന് വ്യാപകമായി പ്രചരിപ്പിച്ചിട്ടും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വത്തെ തന്നെയും അമാന്യമായ രീതിയിൽ വസ്തുതയ്ക്ക് 100% വിരുദ്ധമായി ആരോപണങ്ങൾ കൊണ്ട് മൂടിയിട്ടും ഏറ്റവും പുതിയ സെൻസസിലും ഏറ്റവും കൂടുതൽ വർധനവും വളർച്ചയും വികാസവും രേഖപ്പെടുത്തിയ ആദർശം പരിശുദ്ധ ഇസ്ലാമാണ്. ഇത് ആരെയും വിഷമിപ്പിക്കാൻ പറയുന്നതൊന്നുമല്ല, അതാണ് വസ്തുത. ഇത് പകലാണെന്ന് പറയുന്നത് കൊണ്ട് ആരെങ്കിലും വിഷമിച്ചിട്ടെന്ത് കാര്യം?